നിസാർ ഇർനോട്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ് M.com. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഒരമ്മയാണ്, ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരമ്മ. ഈ അമ്മ അത്യാവശ്യം റിച്ചാണ്, ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പശുക്കളും എരുമകളും ഒക്കെ ഉണ്ട്, ഒരു ചെറിയൊരു തൊഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ ഈ അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും ഒരു ജോലിയും ചെയ്തിട്ടില്ല, മുറ്റം അടിച്ചിട്ടില്ല, അതുപോലെ പശുക്കൾക്ക് വെള്ളം കൊടുക്കുകയോ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുകയോ പുറത്ത് മുറ്റത്താണെങ്കിൽ കിളികൾക്ക് വെള്ളം കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ അമ്മ മെല്ലെ എഴുന്നേറ്റിട്ട് ഗോശാല, അതായത് തൊഴുത്തില്ലേ, തൊഴുത്തിൻ്റെ ഡോറ് തുറക്കും. ഡോറ് തുറക്കുമ്പം പതിവിലും വിപരീതമായിട്ട് പശുക്കളും ഒക്കെ ഇങ്ങനെ സൈലൻ്റായിട്ട് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് നിൽക്കണം. അങ്ങനെ അമ്മ ഈ ചെറിയ ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പം അവരുടെ ഒരു ഭൈംസ്, അതായത് ഒരു എരുമ ഇങ്ങനെ വീണിട്ട് ചത്ത് കിടക്കുകയാണ്. പോയി അമ്മ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കണ്ടിട്ട്, എന്നിട്ട് ഇവരിങ്ങനെ ആർക്കും ന്യൂസ് കൊടുക്കത്തില്ല. ഈ പശുവൊക്കെ മരിച്ച് കഴിയുമ്പം ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരിങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയിക്കത്തില്ലേ, കുഴിയെടുത്ത് മൂടാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഈ അമ്മ ആരോടും പറയത്തില്ല. ഒന്നും മിണ്ടാണ്ട് ഈ അമ്മ ഇങ്ങനെ ഒരു പഴയൊരു പർസു ചമാറിനെ പറ്റി ആലോചിക്കും. ഈ ചമാർ ജാതി എന്ന് പറയുമ്പോൾ മറ്റേ ചെരുപ്പ് കുത്തീൻ്റെയൊക്കെ താഴ്ന്ന ജാതിയാണ്. അപ്പോൾ അയാളുടെ നേരെ എന്ത് ചെയ്യും, അയാളുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ ബസ് കയറി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ നടക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കൂലേ ഈ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലയെന്നൊക്കെ. അങ്ങനെ അവർ ബസ് കയറിയിട്ട് ഈ ചമാറിൻ്റെ വീട്ടിൽ പോകും. അവിടെ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. പണ്ടൊരു ചെറിയൊരു ഓലപ്പുര പോലത്തെ ഒരു കുഞ്ഞൊരു വീടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വീടായിട്ടുണ്ട്. അതുപോലെ ഈ പർസു ചമാറും ഏജായി. അയാൾ ഈ അമ്മേനെ കാണുമ്പോൾ ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറയാൻ തുടങ്ങും, പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവർ തൊട്ടുകൂടാത്ത ജാതിയാണ്, അച്ചൂതാണ്. അപ്പോൾ ഇവരാരും അങ്ങനെ തൊടോ ഒന്നുമില്ല. അങ്ങനെ ഈ അമ്മയുടെ വീട്ടിൽ പണ്ട് ഇവൻ വരുമ്പോഴത്തേക്കിനും ഇവർ ഫുഡ് കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യും. നല്ലൊരു ബന്ധമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ചമാർ ജാതി ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തോലെടുത്തിട്ട് അത് ചെരുപ്പുണ്ടാക്കും. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, ഈ ചമാറിൻ്റെ മക്കളൊക്കെ വലുതായി. അപ്പോൾ ഇപ്പോൾ മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെ പണിയൊന്നും അങ്ങനെ ചെയ്യലില്ല. അങ്ങനെ അമ്മ അവിടെ നിന്ന് തിരിച്ചു പോയി ഒരു കവലയിലൊക്കെ എത്തുമ്പോഴത്തേക്കിനും ഈ അമ്മേനെ അവിടെ ഒരു ബാർബറുണ്ട്, ബുദ്ധറാം. ഇയാൾ ഈ അമ്മയെ കാണുമ്പോഴത്തേക്കിനും ആ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഓടി വരും. ഇവരത്യാവശ്യം റിച്ചായിട്ടുള്ള ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരാളാണ് ഈ അമ്മ. അപ്പോൾ ചെയറൊക്കെ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇയാളിങ്ങനെ ഈ അമ്മ ബുദ്ധറാമിനോട് ഇങ്ങനെ കാര്യം പറയും, എൻ്റെ എരുമ ഇങ്ങനെ ചത്തുപോയി, അങ്ങനെ ഞാൻ വന്നതാണെന്നൊക്കെ. അപ്പോൾ ഈ ബുദ്ധറാം എന്ത് ചെയ്യും, ഈ അമ്മേനെയും കൂട്ടിയിട്ട് ഈ പർസു ചമാറിൻ്റെ മകൻ മഹീന്ദ്രൻ്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ മഹീന്ദ്ര അവിടെ ഇങ്ങനെ കമ്പ്യൂട്ടറും പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ അമ്മേനോട് മഹീന്ദ്ര കാര്യങ്ങളൊക്കെ ചോദിക്കും, ഡീറ്റെയിൽസൊക്കെ ചോദിക്കും പശുവിൻ്റെ. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവനിങ്ങനെ കമ്പ്യൂട്ടർ നോക്കുമ്പം ഈ അമ്മയുടെ പശുവിനെ പറ്റിയിട്ട് കമ്പ്യൂട്ടറിൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഈ മഹീന്ദ്ര പറയും, ഞങ്ങളുടെ കയ്യിൽ അമ്മയുടെ പേരില്ല, അതുപോലെ ഞങ്ങളുടെ ലിസ്റ്റിൽ അമ്മയുടെ പശുവല്ല എരുമ അതിൻ്റെ ഡീറ്റെയിൽസും ഇല്ല എന്ന് പറയും. അപ്പോൾ അമ്മ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല, അമ്മയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ബുദ്ധറാം അമ്മയ്ക്ക് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും പശുവോ ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്താൽ ഈ ഒരു ലിസ്റ്റുണ്ട്, അതിൽ ഇവിടെ വന്നിട്ടിങ്ങനെ ആഡ് ചെയ്യണം. ആ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പം ഇപ്പം പശുവൊക്കെ മരിക്കുവാണെങ്കിൽ ഈ മഹേന്ദ്ര എന്ത് ചെയ്യും, ഒരു ഇമെയിൽ അയക്കും. അങ്ങനെ വൈകുന്നേരത്തിനുള്ളിൽ സിറ്റിയിലൊന്ന് ഈ മെസ്സേജ് പോയിട്ട് 2-4 ആൾക്കാർ വന്നിട്ട് ഈ മരിച്ച സാധനത്തിന്, ഈ പശുവായാലും എരുമയായാലും അതിനെ പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പം ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ സിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ച് ഒരു ഇമെയിൽ വഴി ഇങ്ങനെ ആളെ വിളിച്ച് ഇതിനെ പുറത്ത് കൊണ്ടുപോകുന്ന സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പം അമ്മയ്ക്കിതൊന്നും അറിയില്ല. അമ്മ അത്ര ഗ്രാമത്തിലാണ് കഴിയുന്നത്, അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ഈ പഴയ ചെരുപ്പ് കുത്തീനെ വിളിക്കണതും അയാളെ വന്നതിൻ്റെ തോല് വെട്ടിക്കൊണ്ട് പോയി ചെരുപ്പുണ്ടാക്കണതും ഇതൊക്കെ അമ്മയ്ക്കറിയാവും. അങ്ങനെ അമ്മ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരേക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പം വലിയ അക്ഷരങ്ങളിൽ ആ കടയിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് M.com. എമ്മിൻ്റെ മീനിങ് മഹേന്ദ്ര എന്നാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ കൂടി കാണിക്കുന്നത് വരുന്ന ടെക്നോളജിക്കലി വന്ന മാറ്റങ്ങളാണ്. അമ്മയെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സാധാരണ ഗ്രാമീണ ആൾക്കാരില്ലേ,
അവരാണ് ഈ അമ്മയിലൂടെ റിപ്രസൻ്റ് ആവുന്നത്.